കടൽ കയറ്റത്തിൽ ചെല്ലാനം ചെറിയടു മേഖലയിലെ ജനങ്ങൾ ദുരിതത്തിലായിരിക്കുകയാണ്. വീടുകളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ്. പല വീടുകളും തകരുകയും ചെയ്തു. ഇന്നലത്തെ രാത്രി മുതൽ ഇങ്ങനെ വേലിയേറ്റം അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെ തുടർന്ന് വീടുകളും തകർന്നിട്ടുണ്ട്. വെള്ളം കയറിയ വീടുകളിലേക്ക് അവിടുത്തുകാർ പരിശോധിക്കാൻ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ചേട്ടന്റെ വീടാണോ ഇത്? എൻ്റെ വീടാണ്. വെള്ളം കയറി നിറഞ്ഞു പോയി. 2-3 തരം വന്ന് അടിച്ചിട്ട് മുകളിൽ കൂടി വെള്ളം കയറി വീണ്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്. ഇവിടെ വന്നിരിക്കണായിരുന്നു. അപ്പം അതിനകത്തോട്ട് കയറാൻ പറ്റണില്ല. അവിടെ കയറി ഇരിക്കണായിരുന്നു. ഇപ്പൊ ഇത് തുറക്കാൻ പറ്റുള്ളൂ. നിറച്ചും വെള്ളമാണ്. സാധനമൊക്കെ എല്ലാം കുറച്ചൊക്കെ ഇന്നലെ പോയി ഒഴുകി. ഇപ്പൊ ഈ പെര ശരിയാക്കിയിട്ട് 75,000 കൊടുത്ത് തിണ്ണ ഒന്ന് പൊക്കിയതാ. അതിപ്പോ വെള്ളത്തിലാണ്. കറണ്ടിന്റെ കത്തിപ്പോയിട്ട് ആ കറണ്ടൊക്കെ എല്ലാം നമ്മൾ ചെയ്ത്. കാര്യം നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പം മൊത്തം 2 മുറി കംപ്ലീറ്റും വാർത്തോടെ ഇങ്ങനെ കീഴ്പട്ടിടിഞ്ഞ് വീണിട്ടുണ്ട്. നമുക്ക് ആ തകർന്ന വീടിന്റെ ഭാഗം കുറച്ച് കാണാം. അതെ, കടലിങ്ങ് കയറി വരികയാണ്. അതിശക്തമായ തിരമാലയാണ്. ആ തിരമാലയിലാണ് ഈ വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായിട്ടും തകർന്നു പോയത്. കണ്ടില്ലേ? ഇങ്ങ് വരെ വീടൊക്കെ നിൽക്കുന്നതും ആ തിരമാല വന്ന് അടിക്കുന്നതുമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. പോയി കഴിഞ്ഞാൽ മൊത്തം കൂടെ തലയിടിഞ്ഞ് വീഴാം അല്ലേ? ആ മൊത്തം വീണ് പോയേക്കണല്ലേ. മോളിൽ നിന്ന് തന്നെ പോലും പോകാൻ പേടിയല്ലേ? ആ ഭാഗത്തോട്ട് പോകാൻ പേടി. അകത്തൂടി കയറി പോനല്ലേ എല്ലാ വെള്ളവും. മൊത്തം അടിത്തറ മൊത്തം പോയിരിക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് എല്ലാം ഒലിച്ച് പിന്നെയും പടിഞ്ഞോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണേണ്. ഇപ്പോൾ തിരമാല അതിശക്തമായിട്ട് ഇങ്ങോട്ടേക്ക് അടിക്കുകയാണ്. വളരെ പണിപ്പെട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. മുഴുവൻ തിരമാലയും ഇങ്ങോട്ടേക്ക് അതിശക്തമായിട്ട് ഇടിച്ചത്. അവിടെ എടുക്കണ്ട വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ നേരെയാണ് ഈ തിരമാല ഇപ്പോൾ ആഞ്ഞടിച്ച് വരുന്നത്. ഇവിടെ നിൽക്കാൻ പോലും കഴിയില്ല. ഇവിടെ ഒരു 3-4 ദിവസത്തോളമായി ഈ പ്രശ്നം തുടങ്ങിയിട്ട്. കുറെ ബാക്കിലായിരുന്നു. അതെല്ലാം ഇപ്പൊ ഇടിച്ചിങ്ങാണ് ഈ വീടുമായിട്ട് ചാരിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചെറിയ കുഞ്ഞുങ്ങളായിട്ടൊക്കെ എല്ലാവരും ഒരു വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി പോയേക്കും. എന്റെ ബാക്കിലത്തെ വാതിലൊക്കെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ആ തിരമാല വന്ന് അടിച്ച ശക്തിയിൽ വാതിലുകൾ പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് കണ്ടോ? അവരുടെ അടുക്കളയാണ്. അടുക്കള ഭാഗത്താണ് കടൽ കയറി കിടക്കുന്നത്. ഇപ്പോൾ കടൽ അടുക്കളയിൽ തന്നെ എത്തിയെന്ന് തന്നെ പറയാൻ കഴിയും. ഇതിനൊക്കെ ശാശ്വത പരിഹാരം വേണം. കാരണം ഇവരും മനുഷ്യരാണല്ലോ. ഈ അവസ്ഥയ്ക്ക് എന്തായാലും ഒരു പരിഹാരം വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എല്ലാ വർഷവും ഇങ്ങനെ ദുരിതം അനുഭവിക്കാൻ ഇവരെ വിട്ടുകൊടുക്കരുത്. ഇനിയെങ്കിലും ശാസ്ത്രീയമായ പരിഹാരങ്ങൾ ഇവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഉണ്ടാകണം എന്നതാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.